പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ലേ വീടിൻ്റെ ഇൻറ്റീരിയർ ലുക്കും. നമ്മൾ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഹാളും കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ള ഡിസൈനൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ ഇതുപോലൊക്കെ നമുക്കും ഡിസൈൻ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സ്റ്റെയർ കേസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു ഹോളിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. മലപ്പുറം ജില്ലയിലെ തിരൂര് കൈനിക്കരയിലുള്ള മാജിദ സാബിർ ദമ്പതികളുടെ റുക്കിയ മൻസിലെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹോളാണ് കേട്ടോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴേ ഏതൊരാളുടെ കണ്ണിനും കുളിർമയേകുന്ന തരത്തിൽ ഏതൊരാൾക്കും ഒത്തിരി ഇഷ്ടാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഒരു പ്രീമിയം ലുക്കിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഹാളിലേക്ക് നമ്മൾ കയറി വരുമ്പോഴേ എത്തുന്നത് ഫോയറിലേക്കാണ് കേട്ടോ. അവിടെ നോക്കുകയാണെങ്കിൽ ചുമരിൽ ഇടതുവശത്തായിട്ട് തന്നെ ഒരു ഷോക്കേസ് വരുന്നുണ്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ ഓപ്പൺ ഷോക്കേസ് ആണേ. കൂടാതെ നമ്മൾ ഡോറ് തുറന്ന് ഇവിടുന്ന് നേരെ നോക്കിയാൽ തന്നെ കാണുന്നത് ഈ വോളായിട്ട് വരുന്ന ഒരു വോൾ ഡിസൈൻ ആണ് കേട്ടോ. മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഫ്രെയിം ചെയ്തിട്ട് നടുക്കായിട്ട് ഒരു ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് അതിലാണ് കേട്ടോ കാലിഗ്രാഫി ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഫോയറിലെ സീലിംഗിലേക്ക് ഒന്ന് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജിപ്സം ബോർഡിൽ സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫോയറിൽ നിന്ന് നമ്മുടെ ഡോറ് തുറന്നു വരുമ്പോൾ ഈ ഒരു വശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഒരു ഡാർക്ക് ഗ്രേ തീമിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 300-330 ആണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന സോഫാസ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് വലിയൊരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് തന്നെ നമ്മുടെ സോഫക്കൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ തന്നെ ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഷോ വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫയുടെ കളറിന് കറക്റ്റ് മാച്ച് ആവുന്ന തരത്തിൽ ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുള്ളത്. ആ വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസും മറുവശത്തെ വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. നമ്മുടെ ഷോ വാളിലായിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിലും വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ട്രിപ്പ് ലൈറ്റ്സ് കൂടെ കൊടുത്തപ്പോൾ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഡൈനിങ്ങിനെയും ലിവിംഗ് ഏരിയയെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വോള് വരുന്നുണ്ട്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. അവിടാണ് നമ്മുടെ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് ഷെൽഫ്സും വരുന്നുണ്ട് കേട്ടോ. ഈ പാർട്ടീഷന്റെ മുകൾ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറിലൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് സിമെന്റ് ടെക്സ്ചർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയ നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കല്ലേ. വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 330-420 സൈസിലാണ് കേട്ടോ ഈ ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ വരുന്നത്. അതിന്റെ ലെഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു Z ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ടേബിളിന്റെ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. കൂടാതെ വുഡിന്റെ നോർമൽ ചെയേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലെ ഷോവാള് നോക്കാം. നല്ല ഭംഗിയിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെ നല്ല രസമുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട്. 2 സൈഡിലും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്പോക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത നോക്കി നിങ്ങള്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഒരു വുഡൻ ടൈപ്പ് ടൈൽ കൊടുത്തിട്ട് ഇടക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും നടുക്ക് നല്ല ഭംഗിയിലുള്ള പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഭാഗത്താണല്ലോ നമ്മുടെ വാഷ് ബേസിന് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് കേട്ടോ അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷ് ഏരിയനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഹോളില് വോളിലായിട്ടൊരു വുഡ് പാനലിംഗ് വരുന്നുണ്ട്. ഇനി വാഷ് ഏരിയയോട് ചേർന്ന് ഈ ഒരു വശത്തായിട്ട് നമ്മുടെ സ്റ്റെയർ കേസിന്റെ താഴെ ഒരു മിനി ഇന്റീരിയർ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ കോർട്ട്യാർഡിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് വിരിച്ചിട്ട് 2 വശത്തായിട്ട് പ്ലാന്റ്സും അതുപോലെ തന്നെ നടുക്കൊരു ഗ്രീൻ കളർ സ്പോക്ക് ലൈറ്റും കാണും കേട്ടോ ഹൈലൈറ്റ്.
ഇനി ഇവിടെ നമ്മുടെ സ്റ്റെയർ ഏരിയയും വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലിംഗ് ഒക്കെ വരുന്നത് വുഡൻ ഗ്ലാസ് തീമിലാണ് കേട്ടോ. മൊത്തത്തിൽ എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ ഹാൾ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സ്റ്റെയർ കേസിന്റെ ആ വോളായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ 4 നിഷ് ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത്. നമ്മൾ ഇനി മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഒക്കെ വന്നിട്ട് വുഡിന്റെ തന്നെ ആണ് കേട്ടോ വരുന്നത്. ഈ ഹാളില് ഇത്രയും ഭംഗി കൂട്ടുന്നതിൽ ഒരു ഭാഗം ഈ സ്റ്റെയർ കേസിന് തന്നെയാണേ. ഇത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഹാള് വരുന്ന റുക്കിയ മെൻസിലിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.